ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. HSA സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ സബ്ജക്റ്റായ പൊളിറ്റിക്കൽ സയൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സും. അതിൽ പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നീ 2 ടോപ്പിക്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്സാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നോക്കാം. പൊളിറ്റിക്കൽ കൾച്ചർ അഥവാ രാഷ്ട്രീയ സംസ്കാരം. ഒരു ജനതയുടെ രാഷ്ട്രീയ മനോഭാവവും ചിന്തയും സ്വഭാവവും അവർ വച്ചു പുലർത്തുന്ന മൂല്യബോധവും വൈകാരികതയും ചേർന്ന രാഷ്ട്രീയ അവബോധമാണ് രാഷ്ട്രീയ സംസ്കാരം അഥവാ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. വ്യക്തികൾ എങ്ങനെയാണ് രാഷ്ട്രീയം എന്നതിനെ അർത്ഥമാക്കുന്നത്, തങ്ങളെയും മറ്റുള്ളവരെയും രാഷ്ട്രീയമായി തിരിച്ചറിയുന്നതും എന്നിവ രാഷ്ട്രീയ സംസ്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. രാഷ്ട്രീയ സംസ്കാരം സാമൂഹികവും രാഷ്ട്രീയവുമായ സത്യം രൂപപ്പെടുത്തുന്നതിനും കൂട്ടായ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിതത്തിൽ ക്രമം കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നു. രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ പ്രധാന വക്താക്കളാണ് ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വെർബയും. രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ നിർവചനങ്ങൾ: ഒരു രാഷ്ട്രീയ വ്യവസ്ഥ പ്രവർത്തിക്കുന്നതിനുള്ളിലെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയുടെ ഒരു കൂട്ടം. അതാണ് രാഷ്ട്രീയ സംസ്കാരം അഥവാ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് കവാനാഗ് നിർവചിച്ചത്. ഒരു രാഷ്ട്രീയ വ്യവസ്ഥ പ്രവർത്തിക്കുന്നതിനുള്ളിലെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, മനോഭാവം എന്നിവയുടെ ഒരു കൂട്ടമാണ് പൊളിറ്റിക്കൽ കൾച്ചർ അഥവാ രാഷ്ട്രീയ സംസ്കാരം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലെ മൂല്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ഘടന ഇങ്ങനെ നിർവചിച്ചത് മാക്രിഡിസ് ആണ്. മാക്രിഡിസ് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലെ മൂല്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ഘടന എന്നാണ് പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചും മാക്രിഡിസ് നിർവചിച്ചത്. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. പാറ്റേൺ ഓഫ് ഓറിയൻറ്റേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഒബ്ജക്ട്സ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദി നേഷൻ. ആൽമണ്ട് ആൻഡ് വെർബ. ആൽമണ്ടും വെർബയും കൂടി നിർവചിച്ചതാണ് പൊളിറ്റിക്കൽ കൾച്ചറിനെ. പാറ്റേൺ ഓഫ് ഓറിയൻറ്റേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഒബ്ജക്ട്സ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് നേഷൻ. രാഷ്ട്രത്തിലെ അംഗങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വസ്തുക്കളുടെ ഓറിയൻറ്റേഷൻ്റെ മാതൃക. ഓറിയൻറ്റേഷൻ മീൻസ് പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ. അതാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്നും ആൽമണ്ടും വെർബയും നിർവചിച്ചത്. ഒരു വ്യക്തിയെ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന പ്രക്രിയയാണ് സാമൂഹികവൽക്കരണം. സാമൂഹികവൽക്കരണം എന്നാൽ ഒരു വ്യക്തിയെ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന പ്രക്രിയ. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. ഫസ്റ്റ്, സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം അഥവാ പരോക്യൽ പൊളിറ്റിക്കൽ കൾച്ചർ. സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം, സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം, പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. ദീസ് ആർ ദി ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം, സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം, പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം. ഇങ്ങനെ 3 തരത്തിൽ ഈ പൊളിറ്റിക്കൽ കൾച്ചറിനെ തരംതിരിച്ചത് വെർബയും ആൽമണ്ടും കൂടിയാണ്. ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തെ അടിസ്ഥാനമാക്കി ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വെർബയും രാഷ്ട്രീയ സംസ്കാരത്തെ തരംതിരിച്ചു. ആൽമണ്ടിൻ്റെയും വെർബയുടെയും അഭിപ്രായത്തിൽ 3 തരത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരങ്ങളാണ് നിലനിൽക്കുന്നത്. അതാണ് മുകളിൽ പറഞ്ഞത്. അതിൽ സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം എന്താണെന്ന് നോക്കാം. മതിയായ രാഷ്ട്രീയ ബോധം ഇല്ലാത്ത ജനം വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ മനോഭാവമാണ് സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം. മതിയായ അവർ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിച്ചു കാണില്ല. അങ്ങനെയുള്ള സംസ്കാരത്തെയാണ് സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പൊതുവായ അജ്ഞതയും അതിൻ്റെ ഫലമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമില്ലായ്മയും ഇത്തരം സംസ്കാരങ്ങൾ ഉണ്ടാകുന്നു. സങ്കുചിതമായ രാഷ്ട്രീയ സംസ്കാരത്തിന് ഉദാഹരണമാണ് വളരെ കുറഞ്ഞ വികസനം മാത്രമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളായ സൊമാലിയ, സിയേറ ലിയോണി മുതലായവ. നെക്സ്റ്റ്, സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം. രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചുള്ള വ്യാപകമായ അറിവും എന്നാൽ പലപ്പോഴും ശക്തിയില്ലായ്മ കാരണം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പങ്കെടുക്കാനുള്ള വിമുഖതയും ഈ സംസ്കാരത്തിൽ കാണുന്നു.
ഉദാഹരണം മുഗൾ ഭരണകാലത്തെയും ബ്രിട്ടീഷ് ഭരണകാലത്തെയും ഗ്രാമീണ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംസ്കാരം. നെക്സ്റ്റ് വരുന്നത് പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഒരു ജനത സങ്കീർണമായി പങ്കുകൊള്ളുന്ന രാഷ്ട്രീയ മനോഭാവമാണ് ഈ പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചുള്ള അറിവും രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കുവാനുള്ള സന്നദ്ധതയും ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അമേരിക്കൻ രാഷ്ട്രീയ സംസ്കാരം ഈ പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരത്തിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. ഇങ്ങനെ പറഞ്ഞത് ഓക്ബേൺ ആണ്. വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം എന്ന് ഇങ്ങനെ പറഞ്ഞത് ഓക്ബേൺ ആണ്. രാഷ്ട്രീയ സാമൂഹികരണം അഥവാ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന വാക്ക് ആദ്യമായി കൊണ്ടുവന്നത് എച്ച് ഹൈമർ. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ അഥവാ രാഷ്ട്രീയ സാമൂഹികരണം. എന്താണ് സാമൂഹികരണം എന്ന് നോക്കാം. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. അക്കോർഡിംഗ് ടു ഓക്ബേൺ. രാഷ്ട്രീയ സാമൂഹികരണം എന്ന വാക്ക് ആദ്യമായി കൊണ്ടുവന്നത് എച്ച് ഹൈമർ. ഈ രാഷ്ട്രീയ സാമൂഹികരണം എന്നത് സാമൂഹികരണത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ ഒരു സമൂഹ ജീവിയായി മാറുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. രാഷ്ട്രീയ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറുന്നതിനെ രാഷ്ട്രീയ സാമൂഹികരണം എന്ന് പറയുന്നു. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. രാഷ്ട്രീയ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറുന്നതിനെ രാഷ്ട്രീയ സാമൂഹികരണം എന്ന് പറയുന്നു. അതുപോലെ ഈ രാഷ്ട്രീയ സാമൂഹികരണം ഒരാളുടെ ശൈശവത്തിൽ ആരംഭിക്കുകയും അയാളുടെ ജീവിതത്തിലുടനീളം തുടരുകയും ചെയ്യുന്നു. രാഷ്ട്രീയ സാമൂഹികരണം ജനങ്ങളെ രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടുതൽ പങ്കാളികളാക്കുന്നു. നെക്സ്റ്റ് രാഷ്ട്രീയ സാമൂഹികരണം അഥവാ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ നിർവചനങ്ങൾ നോക്കാം. രാഷ്ട്രീയ സാമൂഹികരണം ഒരു പ്രക്രിയയാണ്. അതിലൂടെ രാഷ്ട്രീയ സംസ്കാരം പരിപാലിക്കപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞത് ആൽമണ്ട് ആൻഡ് വെർബ. നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് സ്വീകാര്യമായ പെരുമാറ്റം, മാനദണ്ഡങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ക്രമേണയുള്ള പഠനം. റോബർട്ട് സൈഗൽ. രാഷ്ട്രീയ സാമൂഹികരണം ഒരു പ്രക്രിയയാണ്. അതിലൂടെ രാഷ്ട്രീയ സംസ്കാരം പരിപാലിക്കപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യുന്നു. ആൽമണ്ട് ആൻഡ് വെർബ. നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് സ്വീകാര്യമായ പെരുമാറ്റം, മാനദണ്ഡങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ക്രമേണയുള്ള പഠനം. ഇത് റോബർട്ട് സൈഗലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. നെക്സ്റ്റ് ഡേവിഡ് ഈസ്റ്റൻ്റേതാണ്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദോസ് ഡെവലപ്മെൻറ്റൽ പ്രോസസ്സസ് ത്രൂ വിച്ച് പേഴ്സൺ അക്വയർ പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ ആൻഡ് pattern of behaviors, according to David Easton. Political socialization may be defined as those developmental processes through which person acquire political orientation and pattern of behaviors. ഒരു വ്യക്തി രാഷ്ട്രീയ ദിശാബോധവും പെരുമാറ്റ രീതിയും നേടുന്ന വികസന പ്രക്രിയകളെയാണ് രാഷ്ട്രീയ സാമൂഹികവൽക്കരണം എന്ന് നിർവചിക്കാം. ഇങ്ങനെ നിർവചിച്ചത് ഡേവിഡ് ഈസ്റ്റൺ ആണ്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ പ്രധാന ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു സമൂഹത്തിലേക്ക് രാഷ്ട്രീയ സംസ്കാരം പകരുന്ന ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ സാമൂഹികരണം. രാഷ്ട്രീയ സാമൂഹികരണം ഒരു ആജീവനാന്ത പ്രക്രിയയാണ്. വിവിധ വ്യക്തികളും സ്ഥാപനങ്ങളും ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. രാഷ്ട്രീയ സാമൂഹികരണത്തിൻ്റെ ഏജൻസികളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് പ്രാഥമിക ഏജൻസികളും രണ്ട് ദ്വിതീയ ഏജൻസികളും. രാഷ്ട്രീയ സാമൂഹികരണത്തിൻ്റെ പ്രാഥമിക ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുടുംബം, സമപ്രായക്കാരുടെ സംഘം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പ്രാഥമിക സാമൂഹികരണ ഏജൻസികൾ നേരിട്ട് ഒരു സാമൂഹികരണത്തിൻ്റെ ഭാഗമാകുന്നു. രാഷ്ട്രീയ സാമൂഹികരണത്തിൻ്റെ ദ്വിതീയ ഏജൻസികൾ നോക്കാം. മാസ് മീഡിയ, രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, ഗവൺമെൻറ് മുതലായവ. ഇവ
നേരിട്ടല്ല ഈ സാമൂഹികരണത്തിൻ്റെ ഭാഗമാകുന്നത്. കുടുംബവും സമപ്രായക്കാരുടെ സംഘം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്രയുമാണ് പ്രാഥമിക ഏജൻസികളായി കണക്കാക്കപ്പെടുന്നത്. പിന്നെ ദ്വിതീയ ഏജൻസികളാണ് മാസ് മീഡിയ, രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, ഗവൺമെൻറ് മുതലായവ. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രീയ സാമൂഹികവൽക്കരണം നടത്തുന്നതിൽ പ്രധാന ഏജൻസി ഏതാണ്? ഓപ്ഷൻസ്: എ കുടുംബം, ബി സാംസ്കാരിക സംഘടനകൾ, സി ജാതിമത സംഘടനകൾ, ഡി സോഷ്യൽ നെറ്റ്വർക്കുകൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കുടുംബം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.